വലിയ ഒരു ഇമാം, വലിയ ഖാരിയാണ് അദ്ദേഹം. നമ്മൾ സാധാരണ ഹറമുകളിലെ ഖിറാഅത്തുകൾ കേൾക്കുമ്പോൾ നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവർ വിതുമ്പുന്നത് പലപ്പോഴും വീഡിയോയിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവർക്ക് അത് സഹിക്കാൻ കഴിയും. അതിൻ്റെ അർത്ഥം നമ്മളെക്കാളും അറബികളായ ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. എന്നാൽ മദീനയിലെ ഒരു പ്രത്യേക ഇമാം, അദ്ദേഹം ഖിറാഅത്ത് നടത്തുമ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട, റബ്ബല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വരുമ്പോൾ അദ്ദേഹം കരയും. എന്താ വിഷയം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം വരുന്ന ഏതായത്ത് വന്നാൽ അദ്ദേഹത്തിനാകെ വിഷമാവും. കാരണം അതിൽ തകരാറ് പറ്റിയാൽ കത്തിയാളുന്ന നരകം സുനിശ്ചിതമാണ്. ഒരു അഭിപ്രായ വ്യത്യാസവും വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്കുമില്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർത്താൽ ആ വ്യക്തിക്ക് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. ലഇൻ അശ്റക്ത, മുഹമ്മദ് നബിയെ നീ തന്നെ അല്ലാഹുവിൽ പങ്കുചേർത്താലും ലയഹബത്വന്ന അമലുക്, നിന്റെ അമലുകൾ ബാത്തിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ, നരകക്കാരുടെ കൂട്ടത്തിൽ. അവരുടെ പറയുന്നത് വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമർ 65-ാമത്തെ ആയത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, റസൂലുള്ള ഒരിക്കലും ശിർക്ക് ചെയ്യില്ല. പിന്നെ എന്തിനാണ് ശിർക്ക് ചെയ്യാത്ത റസൂലുള്ളയെ വിളിച്ചുകൊണ്ട് നീ തന്നെ ശിർക്ക് ചെയ്താൽ എന്ന് അത് റസൂലുള്ളയുടെ ഉമ്മത്തിനെ ഭയപ്പെടുത്താനാണ്. അള്ളാന്റെ റസൂലിനെ നേരിട്ട് വിളിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്ദേശം, എല്ലാവരും നേരെ ഇരിക്കുക. ചില ആൾക്കാർക്ക് ഉറക്ക് വരും, തുടങ്ങുമ്പോൾ കുറഞ്ഞാൽ നേരെ ഇരുന്നിട്ട് എല്ലാവരും സഫു ശരിയാക്കി. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്ത് പറയുന്ന, ഉദാഹരണമായി നാം ഓതി വെച്ചൊരായത്ത്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ. അടുത്ത പദം കേട്ടോളൂ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, പടച്ചോനെ, നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ മകള് ലേബർ റൂമിലാണ്, ചെറിയൊരു വിവരം വന്നു, ചെറിയൊരു പ്രശ്നം, ഒരു ഒപ്പിടണം, എന്താ മരിച്ചാ പ്രശ്നമൊന്നുമില്ല, ഒപ്പിട്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോ നമ്മൾ ആ ലേബർ റൂമിന്റെ പുറത്തുക്കുമ്പം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വിളി ഇങ്ങോട്ട് വരും. ആ വിളി ബഹുമാന്യരായ മുസ്ലിം സഹോദരങ്ങൾ ആരെ വിളിക്കും? അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആഹു വയക്ഷിഫു സ്സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലം മാ തദക്കറൂൻ. ഗതികെട്ടവൻ അവനെ വിളിച്ചാൽ ആ വിളിക്കുന്നവന് ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? ആ ചോദ്യത്തിന് ഉത്തര ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് അഇലാഹും മഅല്ലാഹ്, അല്ലാഹുവോടൊപ്പം വേറെ ഇലാഹുണ്ടോ? എല്ലാരും മറുപടി ഇലാഹ് ഇല്ല എന്നാണ്. എങ്കിൽ ഗതികെട്ടവൻ ആരെ വിളിക്കുന്നുവോ അത് ഇലാഹാണ്. ആ വിളി നമ്മുടെ സ്വന്തം രക്തബന്ധുക്കൾ ബദരീങ്ങളെ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അത് ഇലാഹാണ്. ആ സന്ദർഭത്തിൽ തമാശക്ക് വിളിക്കേണ്ട സമയമല്ല. വിളി കേൾക്കുന്ന ഉറപ്പുള്ള ആൾക്കാർ മാത്രമേ ആ സമയത്ത് വിളിക്കുള്ളൂ. അവർ വിളിക്കുന്നത് മടവൂരിൽ മരിച്ചു കിടക്കുന്ന ആളെയാണോ? ആ മടവൂരിൽ മരിച്ചു കിടക്കുന്ന ആ ദേഹം ആ വിളി കേൾക്കും എന്നാ നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് മാത്രമാണ് വിളിക്കുന്നത്. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമീഉ, ഇനി കേട്ടു എന്ന് സങ്കല്പിക്കുക, അങ്ങനെ വിചാരിക്കുക, കേൾക്കൂല. മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമ, പിന്നെ പരലോകത്തേക്കാ, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ വിളിയെന്നല്ല, നിങ്ങൾ ആ വിളിച്ച ശിർക്കിനെ അവർ നിഷേധിക്കും. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൂട്ടിൽ നിർത്തുന്ന രംഗണ്ട് സൂറത്തു മായിദയിൽ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം. ചോദിക്കും, അഅൻത ഖുൽത ലിന്നാസ്, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ നിന്നെയും നിന്റെ ഉമ്മയെയും ആരാധിക്കാൻ? സുബ്ഹാനല്ലാഹ്, പടച്ചോനെ ഞാൻ എന്താ പറഞ്ഞു നിനക്കറിയാമല്ലോ. ഞാൻ അവരോട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച നിന്നെ ആരാധിക്കാനാ പറഞ്ഞത്. ഫലമ്മാ തവഫൈതനി, നീ എന്നെ പൂർണ്ണമായും എടുത്തതിന് ശേഷം കുൻത അൻത റഖീബ അലൈഹിം, നീയാണ് അവരുടെ മേൽ നിരീക്ഷകനായിട്ടുള്ളത്. എനിക്കറിയില്ല. ഈസാ നബി ജീവിച്ചിരിക്കുന്നു, ഈസാ നബി ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചാലേ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആകുള്ളൂ. ഈസാ നബി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പക്ഷേ റഫഅല്ലാഹു ഇലൈഹി, അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി. ഇപ്പോൾ ഈസാ നബി അള്ളാഹു എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ഈസാ നബി ഇവിടെ കാണില്ല, ഇവിടുത്തത് കേൾക്കുകയും ചെയ്യൂല.
അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഈസാ നബിയെ വിളിക്കുന്നവരാണ് ക്രൈസ്തവർ. പക്ഷെ ആ വിളി കേൾക്കില്ല. ഞാൻ അറിയില്ല പടച്ചോനെ, അവരെന്നെ വിളിച്ചത് ഞാൻ അറിയില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈസാ നബിയെ വിളിച്ചാൽ കേൾക്കില്ല എന്ന് വിശ്വസിക്കേണ്ട മുസ്ലിം, ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം മരണപ്പെട്ടു പോയവരെ വിളിക്കുന്നു, എന്നിട്ട് അവരെ നിന്ദിക്കുന്നു. ബദരീങ്ങളെ നിന്ദിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. മഹാന്മാരായ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും നിന്ദിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അവരെ വിളിച്ചുകൊണ്ട് യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ ബദരീങ്ങൾ പറയും, പടച്ചോനെ ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾക്കറിയില്ല. ബദരീങ്ങൾ കൈയൊഴിയും, അവർ സ്വർഗത്തിലേക്ക്, വിളിച്ചവർ നരകത്തിലേക്ക്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ കിട്ടി മരിക്കണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഈമാൻ കിട്ടി മരിക്കണം, ദ്വാരക്കണം എന്ന് പറഞ്ഞാലും പോരാ. അതിനെന്ത് വേണമെന്ന കാര്യത്തിൽ നമ്മുടെ കാര്യം, നമ്മുടെ വീട്ടുകാരുടെ കാര്യം, നമ്മുടെ നാട്ടുകാരുടെ കാര്യം നമ്മൾ ചിന്തിക്കണം. ഇബാദുൻ അംസാലുക്കും, പടച്ചോനല്ലാതെ ബദരീങ്ങളെയാണോ വിളിക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള അടിമകൾ. അവർ ജനിച്ചു വീണു, അവർ കുട്ടികളായി, അവർ മുലപ്പാല് കുടിച്ചു, അവർ വളർന്നു, അവർക്ക് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടേതായ വളർച്ച ഉണ്ടായി, പുരുഷന്മാരാണെങ്കിൽ വളർച്ച ഉണ്ടായി, കല്യാണം കഴിച്ചു, കുട്ടികളായി, പലരും രോഗം പിടിച്ചു, പ്ലേഗ് പിടിച്ചു, പിന്നെ ഷഹീദായ സ്വഹാബികളുണ്ട്. അവർ മരണപ്പെടുകയും ചെയ്തു. ഇബാദുൻ അംസാലുക്കും, പടച്ചോനല്ലാതെ വിളിക്കുന്ന ആരെ എടുത്തോളൂ, അവർ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. അവരെയാണോ നമ്മൾ വിളിക്കേണ്ടത്? അല്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും കണ്ണ് നൽകിയ അവനോടാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും കേൾവി നൽകിയവനോടാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളെപ്പോലെ ചെവി ഉണ്ടായിരുന്നു മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളെപ്പോലെയുള്ള കണ്ണുകൾ ഉണ്ടായിരുന്നു മഹാന്മാരായ ബദരീങ്ങൾക്ക്. ഒരു സംശയമില്ലല്ലോ. അവരെ ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ പടച്ചോനല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഫദ്ഊഹു, നിങ്ങൾ അവരെ വിളിച്ചു നോക്കൂ. ഫൽയസ്തജീബൂ ലക്കും, അവർ നിങ്ങൾക്കൊന്ന് ഉത്തരം ചെയ്യട്ടെ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ. ബസ്സിന്റെ മുമ്പിലുണ്ടാവും ഫോട്ടോ, ക്രൈസ്തവർക്ക് വേണ്ടി ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞൊരു ഫോട്ടോ അവിടെ വെക്കും. ഹൈന്ദവരുടെ ഏതെങ്കിലും ഒരു വിഗ്രഹം അവിടെ വെക്കും. മുസ്ലിങ്ങളുടെ ഇപ്പോൾ ഒന്നും വിഗ്രഹം ഒന്നും വെക്കാൻ കിട്ടാനില്ല, മുഹമ്മദ് നബിന്റെ ഒന്നും കിട്ടല്ലോ. എന്നാ പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു ജാറത്തിന്റെ ഫോട്ടോ വെച്ചേക്കാം. തിരുവനന്തപുരത്ത് ഭാഗമാണ് ഭീമാ പള്ളിന്റെ ഒരു ഫോട്ടോ, കോഴിക്കോട് ഭാഗമാണെങ്കിൽ CM അക്കാമിന്റെ ഒരു ഫോട്ടോ വെക്കും. അപ്പം 3 ആയല്ലോ. ശരി. എന്നിട്ട് അതിന്റെ മുകളിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടക്ട് ബസ് പുറപ്പെടുമ്പോൾ ഒരു 10-20 രൂപ 30 രൂപ ഒരു പൂ വാങ്ങും. ഇതിനാ പൂ വാങ്ങുന്നത്? ഈ 3ന്റെയും മുകളിലൂടെ അത് ഇടും. സഹോദര, വൈകുന്നേരമാകുമ്പോ ആ പൂ വാടിപ്പോകും. സ്വന്തം വിഗ്രഹത്തിന്റെ മുകളിൽ ചാർത്തിയ ആ പൂവ് വാടുന്നത് തടയാൻ കഴിയാത്തവരാണോ നമ്മുടെ വിഷയങ്ങൾക്ക് ഉത്തരം നൽകുന്നത്? ആ ജാറത്തിലെ ഷെയ്ഖിന്റെ ആ ജാറത്തിന്റെ ഫോട്ടോന്റെ മുകളിൽ ആ പൂ വെച്ചത്. ആ പൂ വാടുന്നത് തടയാൻ മടവൂരിൽ മരിച്ചെടുക്കുന്നവർക്ക് കഴിയില്ല. ജനങ്ങൾ ആരോടാ ഈ പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കുക എന്നത് ഏറ്റവും വലിയ തൗഫീഖാണ്. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിൽ 73-ാമത്തെ ആയത്തിൽ നമ്മളെ മാത്രല്ല, ഇത് ഈ പള്ളിയിൽ വരുന്ന ജനങ്ങളോട് മാത്രം പറയേണ്ടല്ല, ചക്കരക്കല്ല് അങ്ങാടിയിൽ സ്റ്റേജ് കെട്ടി പറയേണ്ടതാ. ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. അപ്പൊ എല്ലാവരും പെട്ടു. മതള്ളോലും ഇല്ലാത്തോരും ആരെ ആരാധിക്കുന്നവരായിരുന്നാലും യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. ളുരിബ മസലുൻ, എന്താ ഖുർആന്റെ പദപ്രയോഗം? ഇതാ ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടാൻ പോകുന്നു. ഫസ്തമിഊ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ആയത്ത് ഇങ്ങനെ വരുമ്പോ നമ്മൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോകും. ഒരു ഉദാഹരണം പറയാൻ പോകും. അപ്പൊ നമുക്കൊരു ആകാംക്ഷയായി. ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ലൻ യഖ്ലുഖൂ ദുബാബാ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ലോകത്ത് ഇപ്പോൾ ജനസംഖ്യയിൽ കൂടുതലുള്ള ക്രൈസ്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ ഈ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന സഹോദരങ്ങൾ ആരാധിക്കുന്ന ഒരാളും ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ല. മുസ്ലിങ്ങളിൽപ്പെട്ട വിവരമില്ലാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ച് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, എവിടെ വഫാത്തായി കിടക്കുന്നവരാകട്ടെ, ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ട് CM എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ബദരീങ്ങൾ സൃഷ്ടിച്ചു, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതെന്നെ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ലൻ യഖ്ലുഖൂ ദുബാബാ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. അടുത്ത വാചകം വളരെ പ്രധാനമാണ്. വലവിജ്തമഉ ലഹു, പടച്ചോനല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൂടി ഒരു കോൺഫറൻസ് ചേർന്നു. ഈസാ നബിയും രാജ്യത്തുള്ള വ്യത്യസ്ത വിഗ്രഹ ആൾക്കാരും മുസ്ലിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, എല്ലാവരും കൂടി ഒരു കോൺഫറൻസ് ചേർന്നു. ഇവരെല്ലാവരും കൂടി ചേർന്നാലും ഒരു ഈച്ച സൃഷ്ടിക്കാൻ കഴിയില്ല എല്ലാവരോടും കൂടിയാൽ. മാത്രല്ല, ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിപ്പറിച്ചുകൊണ്ടുപോയി. ഒരു മഹാനുള്ള നേർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു വസ്തു അവിടെ വെച്ചു.
അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഒരു പായസം അവിടെ വെച്ചു. ആ പായസത്തെ ഒരു ഈച്ച വന്നു വീണു. ഖുർആൻ പറയാണ്, നിങ്ങൾ അവിടെ വെച്ച അതിൽ നിന്ന് ഇത്തിരി ഈച്ചെടുത്ത് അങ്ങ് പറന്നുപോയി. ആ ഈച്ച തട്ടിപ്പറിച്ചു കൊണ്ടുപോയ ആ മൈന്യൂട്ട് സാധനല്ലേ, അതിനെ തിരിച്ചെടുക്കാൻ അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാരും കൂടി കൂടിയാലും കഴിയൂല. ആയത്ത് അവസാനിപ്പിക്കുന്ന അറിയോ? ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരും ലൈഫാണ്, കഴിയില്ല. ഖുർആനിൽ ഇങ്ങനെ ഉണ്ട്, ഞാൻ പറയാം. ഇന്നൊരു ഷെയ്ഖ് ഉണ്ട്, ആ ഷെയ്ഖ് ഭയങ്കരാണ്, ഒരു ഈച്ച സൃഷ്ടിച്ചു. ലോകത്തൊരാൾക്ക് പറയാൻ പറ്റുമോ? ലോകത്തൊരാൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ സഹോദരങ്ങളെ, ഈ വിഷയം മുസ്ലിം ഉമ്മത്ത് മറ്റുള്ളവർ ജനങ്ങളെ ജനങ്ങളെ എന്നാണ് ഖുർആന്റെ പദപ്രയോഗം. അത് പറയേണ്ട മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്ത്? ഇനി ഇതൊക്കെ പറയുമ്പോ എന്നിലേക്കും നിങ്ങളിലേക്കും ഇതൊന്ന് ബന്ധിപ്പിച്ചു നോക്കണം. വീട്ടിലൊരു മരണം നടന്നാൽ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ നാട്ടിൽ അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പൊ മൂന്നാകുമ്പോ എല്ലാരും ഒന്ന് വിളിക്കണം. എല്ലാരെയും വിളിച്ചിട്ട് തീരുന്നില്ല, എല്ലാരും വിളിച്ചിങ്ങനെ എന്താപ്പ ചെല്ലുക, ഏതെങ്കിലും ഒരു റാത്തീബ്, ഏതെങ്കിലും ഒരു മൗലിദ് ഏതോതിയാലും അതിൽ റബ്ബല്ലാത്തവരുടെ വിളിച്ചു പ്രാർത്ഥന ഉണ്ട്. ഒരു മൗലിദ് അങ്ങനെയാണുള്ളത്, പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയേ. ശരിയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ പറയണം അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു. അത് പഠിപ്പിച്ച അള്ളാന്റെ റസൂലിന്റെ പേരില് റസൂലുള്ള വഫാത്തായി 3 നൂറ്റാണ്ടിന് ശേഷം പുത്തൻവാദി എഴുതിണ്ടാക്കി റസൂലിനോട് ഇസ്തിഗ്ഫാർ തേടേണ്ടതെന്ന്. ഇത് ചെല്ലുന്ന പാവപ്പെട്ടവർക്ക് അറിയുമോ? അപ്പൊ ഞാൻ തീരുമാനിച്ചു, നിങ്ങൾ തീരുമാനിച്ചു, ഇല്ല, അതിന് ഞാനില്ല. അപ്പൊ ഷഹാദത്തായി. എന്തേ? അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരിയുള്ള പരിപാടിക്ക് ഞാനില്ല. അപ്പൊ എന്തായി? എന്താ സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തറവാട്ടിലൊരു മരണം ഉണ്ടായിട്ട് 3 മൂപ്പരില്ല. ഇതാപ്പ സ്ഥിതി, നിങ്ങളെ പുയ്യാപ്പിന്റെ സ്ഥിതി. അൽഹംദുലില്ലാ പറയൂ കൂട്ടരെ, ഞാൻ അതിലില്ലെന്ന് പറയൂ. നമ്മളെപ്പറ്റി കുത്തുവാക്കുകൾ പറയട്ടെ, അൽഹംദുലില്ലാ. ഇത് പറഞ്ഞതിന്റെ പേരിൽ, ഇത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ടു. ഏതുവരെ? മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മക്കക്കാർക്കുണ്ടായിരുന്ന ഏക പരാതി ഫറഖ ഖുറൈശ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഖുറൈശികളെ ഭിന്നിപ്പിച്ചു. ഞങ്ങള് ലാത്തിന്റെയും ഉസ്സന്റെയും മനാത്തിന്റെയും ഇബ്രാഹിമിന്റെയും നേർച്ചയും വഴിപാടൊക്കെ ഉഷാറായി. അപ്പോൾ പറയാം, ഒന്നും പറ്റില്ല, പടച്ചോനെ മാത്രമേ പറ്റൂ. ഭിന്നിപ്പിച്ചു. ആ പദം നമ്മുടെ നേരെ വരട്ടെ. ഇപ്പൊ നല്ല മനുഷ്യനാ. മരിച്ച 1-ാം ദിവസം അവിടെ ഉണ്ടായിരുന്നു, 2-ാം ദിവസം ഉണ്ടായിരുന്നു, 3-ാം ദിവസം ഒരു 11 മണി കഴിഞ്ഞ മുപ്പര് കാണാനില്ല. പിന്നെ മുപ്പരിന്ന് 5 മണിക്കാ. അല്ലല്ലാതെ ഇലാഹുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന മൗലൂദും റാത്തീബും ചെല്ലുന്ന സ്ഥലത്ത് മുപ്പര് ആബ്സെന്റ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ആരുടെയും പ്രീതിയല്ല, മഹല്ല് കമ്മിറ്റി അംഗീകരിക്കുന്നുള്ളതല്ല, മൂത്താപ്പ് അംഗീകരിക്കുന്നുള്ളതല്ല, എന്റെ റബ്ബുണ്ട്, ആ റബ്ബിനെതിരായി ഇത്. അതുകൊണ്ട് ഇതിന് ഞാനില്ല. 5 മണിക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. മരണ വീടിന്ന് വിട്ടുക്കാൻ പറഞ്ഞിട്ടില്ല, ആ ചടങ്ങിനെ വിട്ടുക്കാൻ പറഞ്ഞു. ഇന്നാ ബുറാഉ മിൻകും, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവായവനാണ്. ഏത് വിഷയത്തിൽ? അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവായവനാണ്. കഫർനാ ബിക്കും, അതിൽ എനിക്ക് വിശ്വാസമല്ല. ആ വിഷയത്തിൽ ഞാനും നിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഇതായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ നിലപാട്. അപ്പോൾ റബ്ബല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുന്ന ഒരു ചടങ്ങ് വന്നാൽ, റബ്ബല്ലാത്തവരുമായി ബന്ധപ്പെട്ട ഒരു ജാറത്തിൽ ആ ഒരു കബറ് കെട്ടിപ്പൊക്കി അവിടെ ആഘോഷ സ്ഥലമാക്കി ജനങ്ങൾ ഒന്നാകെ അങ്ങോട്ട് പോകുമ്പോ, അവിടുത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിലെത്തുമ്പോ അതിപ്പോ മടക്കിയ പ്രശ്നാവൂലേ? പ്രശ്നാവണ്ട. ആ ചോറുമായി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അഖീദയുള്ള പരിപാടിയുടെ ചോറുമായി വരുന്ന യുവാവിനെ നിങ്ങൾ ആട്ടി അകറ്റരുത്. ഇരിക്കാൻ പറയണം, മോനെ ഇരിക്കി, കുറെ ഓടിച്ചളർന്നു വരുന്നല്ലേ, ഇരിക്ക്, കഴിയെങ്കിൽ വെള്ളം കൊടുക്കണം, വീട്ടിലൊരാൾ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാ, ഞാനേ മുഹമ്മദ് നബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്, ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. ആ കബറിന്റെ അടുത്ത് പോകണമെന്ന് എന്റെ വിശ്വാസം. കബറിന്റെ അടുത്ത് പോവുകയും കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ വേണം. പക്ഷേ നേർച്ച ഇബാദത്താണ്, അത് പടച്ചോന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് പടച്ചോനല്ലാത്തവർക്ക് കൊടുത്തതിന്റെ ഭക്ഷണം അത്. അതുകൊണ്ട് ഇതിരിക്ക് പറ്റൂല. മോന് വിഷമമില്ല? വിഷമമില്ല. ഓ, നമ്മൾ തമ്മിൽ എന്താ തെറ്റുന്നത്? നമ്മള് പടവിടുന്ന് ഒരു കേറി പോറത് ഉണ്ട്. വാടാ, ഇരിക്കടാ, വെള്ളം കുടിച്ച മോനെ,
വിഷയം പറയണം. ആ വന്നാൽ നാളെ ഈ തൗഹീദിന്റെ കൊടി പിടിക്കാനുള്ളവനായിരിക്കും ഒരു വിഷയം മനസ്സിലായാൽ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഹാദത്ത് ഈമാൻ കിട്ടി മരിക്കണമെന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് പരസ്പരം വസിയത്ത് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ജീവിതത്തിൽ എവിടെയും മഹാന്മാരെ തള്ളിപ്പറയുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യമാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഭൂരിപക്ഷം നോക്കിയിട്ടല്ല സത്യത്തെ തീരുമാനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ അവർ ന്യൂനപക്ഷമായിരുന്നു. പിന്നീടാണ് ദഅവത്ത് നടത്തി മറ്റുള്ളവരിലേക്ക് ഈ സത്യം എത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ വീഴ്ച വന്നാൽ എന്നാണ് വിഷയം. ഇതിൽ വീഴ്ച വന്നാൽ, അതുകൊണ്ടാണ് അബൂ ത്വാലിബ് എന്ന നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, പിതാവിന്റെ സഹോദരൻ മരണപ്പെടാറായി എന്ന വിവരം കിട്ടിയപ്പോൾ, ഇന്നത്തെ മാതിരി മൊബൈലും കാര്യങ്ങളൊന്നുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിപ്പെട്ട് പ്രയാസപ്പെട്ട് ഓടി വന്നു. കാരണം എന്താ? ഇസ്ലാം വിശ്വസിക്കാതെ ഇസ്ലാമിന്റെ സകല നിനക്ക് പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞ മോനെ, ഒരു രോമത്തിൽ ഒരു തൊടൂല ആരെ പറ്റിയ, സ്വന്തം ആൾക്കാരെ പറ്റിയ, മക്കളെ മുശ്രിക്കുകളെ പറ്റി. ആ ധൈര്യം ഉണ്ടായി. അങ്ങനെ കൊടുത്താൽ അപ്പൊ നബിക്കൊരു പടച്ചോനെ, എന്റെ ആ പിതൃവ്യനെങ്ങാനൊന്ന് ഇസ്ലാം സ്വീകരിച്ചാൽ, അപ്പൊ മരിക്കാൻ നേരത്ത് പറഞ്ഞു, യാ അമ്മ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് പറയും, ലാത്ത യൂസൈ മനാത്ത ഒന്നുമല്ല, പടച്ചോ മാത്ര രക്ഷകൻ. അപ്പോ മൂപ്പര ആൾക്കാർ ഇരിക്കുന്നുണ്ട് മരിക്കാൻ നേരത്ത്, കാരണവന്മാരെ ദീൻ തെറ്റുണ്ടോ ഇവിടുന്ന് നബി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് നമ്മൾ മത്സരമായി. അവസാനം ഇബ്ലീസ് ജയിച്ചു. കലിമത്തു ഷഹാദ ചെല്ലാതെ അബൂ ത്വാലിബ് ഈ ലോകത്തോട് കൂടെ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിക്ക് ഭയങ്കര വിഷമം വന്നു, കരച്ചിൽ വന്നു. അതായത്തിറങ്ങുന്നു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദേ വിഷമിക്കണ്ട, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ട ആളുകളെ നിനക്ക് ഹിദായത്തിലാക്കാൻ സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിൽ. നിന്റെ ദൗത്യം നീ നിർവഹിച്ചു. സ്വന്തം പിതൃവ്യനെ നരകത്തിന് രക്ഷപ്പെടുത്താൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല. ആ മനുഷ്യൻ ഹിദായത്ത് സ്വീകരിക്കാതെ, അഫമൻ ഹഖ്ഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ, ഒരാളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ സ്ഥിരപ്പെട്ടാൽ നീയാണോ ആ വ്യക്തിയെ നരകത്തിന് രക്ഷപ്പെടുത്തുന്നത്? റസൂലുള്ളാഹിക്ക് സാധ്യമല്ല ഒരാളെ നരകത്തിന് രക്ഷപ്പെടുത്താൻ. നരകത്തിന് രക്ഷപ്പെടാനുള്ള സന്ദേശം എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നീ ഒരു ഉത്ബോധകൻ മാത്രമാണ്, നീ അവരുടെ മേൽ കൈകാര്യകർത്താവല്ല. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നാം ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ഒരു ഉപ്പ മോനോട് പറയാ, യാ പുനയ്യ, എന്റെ പൊന്നു മകനെ, എന്റെ പ്രിയപ്പെട്ട മകനെ, ലാ തുശ്രിക്, ഈ പടച്ചോല് പങ്കെടുക്കരുതേ മോനെ. ആകാശം സൃഷ്ടിച്ചു തരാ, ഭൂമിനെ സൃഷ്ടിച്ചു തരാ മോനെ, വായുവിനെ സൃഷ്ടിച്ചു തരാ. അപ്പം മോനെ ശ്വാസം മുട്ടാൽ ആരാ വിളിക്കേണ്ടത്? അതാണ് തൗഹീദ്. മോനെ വെള്ളം ആരാ സൃഷ്ടിച്ചു? പഠിച്ചു. അപ്പൊ വെള്ളത്തിന് ക്ഷാമുണ്ടായി, മഴ ഇല്ലെങ്കിൽ മോനെ നമ്മൾ ആരുടെ? ഇത് വാപ്പ മോന് പഠിപ്പിച്ചു കൊടുക്കണം, ഇത് ഉപ്പ മോന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഖുർആൻ പറയാണ്. ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്ക് ഏറ്റവും വലിയ പാപമാകുന്നു. ഇതിൽ തകരാറ് പറ്റിയാൽ ഈമാൻ കിട്ടി മരിക്കാൻ സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹത്തായ തൗഫീഖ് നൽകി നമ്മയും നമ്മുടെ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരന്മാരെ, രക്ഷിക്കാൻ, നമുക്ക് ഹിദായത്ത് നൽകാൻ, നമുക്ക് സ്വർഗം നൽകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യമായാൽ നമ്മുടെ ജീവിതം മൊത്തം പരിവർത്തിപ്പിക്കപ്പെടും. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. റസൂലുള്ളാഹി വന്നിട്ട് ആദ്യം തന്നെ കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത് പറഞ്ഞിരുന്നെങ്കിൽ ആരും കേൾക്കുമായിരുന്നില്ല. റസൂൽ എന്തുകൊണ്ട് കള്ളു കുടിക്കരുത്, എന്തുകൊണ്ട് വ്യഭിചരിക്കരുത്? ഒന്നാമത് സൃഷ്ടിച്ച പടച്ചോനെ രണ്ടാമത് സൃഷ്ടിക്കാൻ കഴിയും. പടച്ചോനെ കഴിവുണ്ട്, പരലോകാട്ട് പഠിപ്പിച്ചു. അവിടെ രക്ഷപ്പെടാൻ നിങ്ങൾ ഈ വിളിക്കുന്ന ഒരാൾക്കും, ഇബ്രാഹിം നബി മഹാൻ തന്നെ, പക്ഷെ ഇബ്രാഹിം നബിയെ എന്ന് വിളിച്ചാൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യാത്തതിന് ഇബ്രാഹിം നബി നിങ്ങളെ രക്ഷിക്കൂല എന്ന് കൃത്യമായിട്ട് ആദ്യം അങ്ങോട്ട് പഠിപ്പിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇന്റെ കാര്യം ഞാൻ തന്നെ നോക്കേണ്ടി വരുന്നു. അതാ ചില ആൾക്കാർ പറയും, എന്താണെന്ന് അറിയില്ല, ഓൻ ചക്രക്കല്ല് പള്ളിയിലൊക്കെ പോയ ശേഷം കൃത്യമായിട്ട് നിസ്കരിക്ക് നോക്കണ്ട്, എന്തോ ഒരു പ്രശ്നമില്ല. അവിടെ വന്നപ്പോൾ മനസ്സിലായി ആരും പരലോകത്ത് രക്ഷിക്കാൻ ഉണ്ടാവില്ല. ചില ആൾക്കാർ പരലോകത്ത് നമ്മൾ എത്തിയ കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്ന, ബദരീങ്ങൾ ഒരു ഭാഗത്തുനിന്ന്, ഉഹുദീങ്ങൾ വേറൊരു ഭാഗത്തും, സിയം ഒരു ഭാഗത്തുനിന്ന്, ഇന്നെ വിളിച്ച് പ്രാർത്ഥിച്ച സ്വർഗത്തിന്റെ കാട്ട് പോയിക്കോ. നമ്മളെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ശേഖന്മാര് തല്ലൂടുന്ന ചില ആൾക്കാർ വിളിച്ചിരിക്കുന്നത്. ഇവർക്കൊരു പഠിച്ചോ മാത്രം, ഒറ്റ ആളുണ്ടാവില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ കാര്യം ഒരു പാതിരാവായതിലും പണ്ഡിതന്മാർ പറയാറില്ല. മോളെ, നീ എന്റെ കരളുടെ കഷ്ണ, എന്ത് വേണം ചോദിച്ചോ, സാധിക്കും. ഇപ്പൊ സാധിപ്പിച്ചത് ഈ ദുനിയാവിൽ വെച്ച്. അൻഖിദീ നഫ്സകി മിനന്നാർ, മോളെ നിന്റെ തടി നീ നരകത്തുനിന്ന് കാക്കണം. എന്റെ മോൾ എന്തെങ്കിലും അബദ്ധം കാട്ടിയിട്ട് ഞാൻ പഠിപ്പിച്ച മാർഗത്തിൽ തെറ്റിയിട്ട് നരകത്ത് പോവുകയാണെങ്കിൽ അതിന്റെ മോള് ഫാത്തിമ എന്ന് പറഞ്ഞാൽ മലക്കൾ വിടൂല. ഞാൻ മുഹമ്മദ് നബിന്റെ മോളാന്ന് പറഞ്ഞാലും മലക്കുകൾ വിടൂല. റസൂലുള്ള പഠിപ്പിച്ച ഈമാനും ഇസ്ലാമും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. അപ്പൊ പേടിയായി, പടച്ചോൻ എന്റെ അസർ ഇന്നത്ത് പോയാൽ ഞാൻ കുടുങ്ങും. എന്റെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തില് ഞാൻ ആദ്യം ജീവിച്ച തറവാട് വീട്ടിന്റെ അടുത്ത് ഒരാൾക്ക് അസുഖമായി. അവിടെ ഒരു തങ്ങൾ ഇങ്ങനെ വരുന്നു, എല്ലാവരും കൂടി കാറിൽ കൂട്ടിക്കൊണ്ടുവരാണ്. കാരണം ഇയാൾ കുറെ കാലമായി നിസ്കരിച്ചിട്ട്. അപ്പൊ ആ തങ്ങൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. എന്ത് ഏറ്റെടുത്തു? ഇയാളെ നിസ്കാരം മുഴുവനും വന്ന തങ്ങളെ. ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായി നമ്മുടെ നാട്ടില്. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇപ്പതില്ല. ബോധവൽക്കരണം കൊണ്ട് കഴിയില്ല സഹോദരങ്ങളെ, കഴിയില്ല. വലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സആ, എല്ലാ ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല. ബദരീങ്ങൾ ചൊല്ലിയ സുബ്ഹാനല്ലാഹ്ന്റെ കൂലി നമുക്ക് കിട്ടൂല, നമ്മൾ തന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലണം. മുഹൈദ്ദീൻ ശൈഖ് നിസ്കരിച്ച ഒരു ദുഹാ നമസ്കാരത്തിന്റെ കൂലി എനിക്കും നിങ്ങൾക്കും കിട്ടില്ല. നമ്മൾ ദുഹാ നമസ്കരിക്കണം, എങ്കിലേ നമ്മൾക്ക് കിട്ടൂ. പഠിപ്പിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നമ്മളിൽ പരിവർത്തനം ഉണ്ടാകും. ഈ യഥാർത്ഥ ഈമാൻ കിട്ടി മരിക്കുന്ന ആശയം നമ്മളിലേക്ക് വന്നാൽ, അങ്ങനെ വരുമ്പോ നമ്മുടെ വീട് മാറും, നാട് മാറും, നമ്മുടെ സ്വഭാവം മാറും, എല്ലാം മാറും. സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്നലെ ഒരു മരണ വീട് സന്ദർശിച്ചു. ആ മരണ വീട് സന്ദർശിച്ചപ്പോ ആ മരണപ്പെട്ട സഹോദരന്റെ ഭാര്യയാണ് മരണപ്പെട്ടത്. അപ്പൊ അവരെന്നോട് അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു വരും പറഞ്ഞു, ഈ മരണപ്പെട്ട ആ ഉമ്മാക്ക് പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്, ആങ്ങളെല്ലാവരും ഉണ്ട്. പക്ഷെ ആ മനുഷ്യനുണ്ടല്ലോ, ഒരാളെയും തൊടാൻ സമ്മതിച്ചില്ല. അവരുടെ മലമൂത്ര വിസർജനം അടക്കം മാസങ്ങളോളം ആ ഭർത്താവാകുന്ന ഒരൊറ്റ മനുഷ്യൻ. കാരണം എൻ്റെ ഭാര്യയുടെ ആ ഒരു സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഒരാളും മക്കളില്ലേ, പെൺമക്കളില്ലേ എന്ന് വിചാരിച്ചില്ല. മുഴുവൻ കാര്യവും ആ മനുഷ്യനൊരു മാതൃകയുണ്ട്. മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയായിരുന്നു ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല ഭർത്താവ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിലേക്ക് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള പ്രവേശിപ്പിച്ചാൽ നമ്മുടെ വീട് മാറും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തീരുമാനിക്കുക, എന്റെ വീട് ഹബീബിന്റെ വീട് പോലെയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പ് ജീവിതം ആരംഭിച്ചിരുന്നു. ഞാനും നിങ്ങളും സുബഹിക്ക് മുമ്പ് ജീവിതം ആരംഭിക്കാതിരിക്കാൻ നമ്മുടെ ന്യായമെന്ത്? റമളാൻ മാസത്തിൽ മാത്രം മതിയോ തറാവീഹ്? അത് ബാക്കി 11 മാസവുമുണ്ട്. ഞാൻ തഹജ്ജുദ് നിർബന്ധാക്കല്ല, പക്ഷെ നന്ദി കാണിക്കണ്ടേ? എന്റെയും നിങ്ങളുടെയും ആദ്യത്തെ സാമ്പത്തിക അവസ്ഥ, ആദ്യത്തെ വീട്, നമുക്ക് പലർക്കും വാഹനം ഉണ്ടായിരുന്നില്ല, AC ഉണ്ടായിരുന്നില്ല. അത് തന്നപ്പോഴുള്ള നന്ദി കേടാണോ ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്? അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ നമ്മൾ എഴുന്നേറ്റല്ലേ നമ്മുടെ മക്കൾ എഴുന്നേൽക്കുള്ളൂ. അവരല്ലേ നമുക്ക് വേണ്ടി ദ്വാരക്കാനുള്ളത്. നമ്മൾ സുബഹിക്ക് പള്ളി പോകാതെ കിടന്നിറങ്ങിയാൽ അത് കണ്ടിട്ടല്ലേ മക്കൾ വളരുന്നത്. ആ മക്കൾ പള്ളി പോവോ? അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹിയെ നമുക്ക് കാണണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒറ്റ മാർഗ്ഗേയുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ നമ്മൾ പിൻപറ്റുക. ആ മാർഗത്തിലൂടെ നമ്മൾ മരണത്തോടടുക്കും. ചില ആൾക്കാർ പറയും, ഇപ്പൊ പ്രായമൊക്കെ ആയി എന്ന് പറഞ്ഞാൽ, പിന്നെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോ ഒരു റിട്ടയർമെന്റ് ഒക്കെ ആയി, അതുകൊണ്ട് ഇനി പള്ളിയിലൊന്നും അത്ര പോകണമെന്നില്ല. അങ്ങനെ അല്ല, നേരെ തിരിച്ചാണ്. പ്രായമായി, എങ്ങനെങ്കിലും പരമാവധി ജമാഅത്ത് എനിക്ക് കിട്ടണം. പ്രായമായി, ഇനി അടുത്തൊരു വെള്ളിയാഴ്ച കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് ഓതാത്ത പ്രശ്നമല്ല. ഞാൻ സുബഹിസ്കരിച്ചാൽ ദിക്ർ പൂർത്തിയാക്കിയിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ട് ഞാൻ ബാക്കി കാര്യത്തിന് പോകുന്നു. ഇത് തീരുമാനിക്കാൻ കഴിയണം. അവരവരുടെ ഖബറിൽ അവരവർ മാത്രമേ ഉള്ളൂ. ഇത് സ്വന്തം അറിയുമോ? സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദീനി രംഗത്ത് വളർച്ച ഉണ്ടാകും. അതിന് സാഹചര്യം ഒരുങ്ങണം, സാഹചര്യം ഒരുങ്ങണം. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് മഹബ്ബത്തി, എന്റെ സ്നേഹം, അല്ലാഹ് പറഞ്ഞതായിട്ട് റസൂൽ പറയാണ്, അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. ലിൽ മുതഹാബീന ഫിയ്യ, എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക്. രണ്ടാളുമുള്ള സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താ? അള്ളാന്റെ പേരിലാണ് രണ്ടാളും പരസ്പരം സ്നേഹിക്കുന്നത്. വൽ മുതജാലിസീന ഫിയ്യ, എന്റെ പേരിൽ പരസ്പരം കൂടിയിരിക്കുക. എന്തിനാ കൂടിയിരിക്കുക? അല്ല നമ്മളിങ്ങനെ ചക്കരക്കൽ ഇങ്ങനെ മതിയോ? നമുക്ക് നല്ലൊരു മദ്രസ വേണ്ടേ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അല്ല നമ്മളിവിടെ കുറേ ഈ കൊളംബസാർ ഭാഗത്ത് കുറേ നല്ല മനുഷ്യന്മാരുണ്ട്, ഓരോക്കെ ഇത് സത്യമാണെന്ന് വിചാരിച്ച യഥാർത്ഥത്തിലേക്ക് പോകുന്നത്. ഓർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളൊന്ന് കൂടിയിരിക്കുക. ഹംദ് സ്വലാത്ത് ഒരു വയൽ വെച്ചാലോ? ഒരു വയൽ അങ്ങോട്ട് വെച്ചു.
നമ്മൾ വിചാരിച്ചു നിങ്ങൾ സാധാരണ മനുഷ്യനാ നബി എന്ന് പറയുന്ന ആളാണ്. ഇപ്പല്ല മനസ്സിലായത്. നമ്മൾ വിചാരിച്ചത് നിങ്ങൾ മരിച്ചാൽ പാട്ടിനെ കൂച്ചുകൊണ്ട് പോലെ കൂച്ചത്. ഇപ്പല്ലേ മനസ്സിലായത് മരിച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഖബറിന്റെ അടുത്ത് പോകണല്ലേ. നമ്മൾ വിചാരിച്ചേ നിങ്ങൾക്ക് വിക്രുമില്ല, ദുആയുമില്ല. ഇപ്പല്ലേ മനസ്സിലായത്. ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആ സ്ഥലത്തേക്ക് ചെല്ലണം, മൈക്ക് വെക്കാൻ പറ്റിയ സ്ഥലത്ത് മൈക്ക് വെക്കണം, നേരെ പറയാൻ പറ്റിയ സ്ഥലത്ത് നേരെ പറയണം. അതിനാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് സംവിധാനം ഉപയോഗിച്ച് ഹക്ക് മനസ്സിലാക്കിയ മൂന്നാളൊരു സ്ഥലത്തുണ്ട്. 3 പേരെ കുത്തിരിക്കരുത്, ഒരുമിച്ച് ചേരണം. അല്ല നമ്മളെ മക്കളെ കഴിച്ചിലാക്കണ്ടേ? എന്താ ഇപ്പൊ കുട്ടികളൊക്കെ സ്ഥിതി? നമുക്കിവിടെ ഖുർആൻ ക്ലാസ് തുടങ്ങണം, നമുക്ക് കുട്ടിക്ക് ദീനൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം, നമുക്കിവിടെ ഒരു പള്ളി വേണ്ടേ? ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ സഹോദരങ്ങളെ ദീനിയായി നമ്മൾ സംഘടിക്കണം. നല്ല ഒരേ ആശയമുള്ളവർ സംഘടിച്ച് 4-ാമനിലേക്കും 5-ാമനിലേക്കും നോക്കൂ. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും 10,000-ങ്ങളില്ലേ? പക്ഷെ എത്ര ആളെ ഖബർ മദീനത്തുണ്ട്? 12,000-ൽ പരം സഹാബികൾ. ബാക്കിയുള്ളവർക്ക് എവിടെ പോയി? എത്ര സഹാബികളുടെ ഖബർ മക്കത്തുണ്ട്? നമ്മളൊക്കെ ഹജ്ജിനൊക്കെ പോയാൽ അല്ലെങ്കിൽ ഉംറക്ക് പോയാൽ പറയൂ, ഈ ഹറമിന്റെ ഇവിടെ എവിടെയെങ്കിലും 10 സെന്റ് സ്ഥലം കിട്ടിയെങ്കിൽ ഇവിടെ അങ്ങനെ കൂടി എല്ലാ ദുഹറിനും വന്നു ഇല്ലേ? അപ്പൊ ഇത് സഹാബിക്ക് എന്തിനാ അവിടെ നിൽക്കാതിരുന്നത്? സഹോദരി സ്വഹാബികൾ എന്തിനാണ് മക്ക വിട്ടുപോയത്? സ്വഹാബികൾ എന്തിനാണ് മദീന വിട്ടുപോയത്? അവർ വലിയ ബുദ്ധിമാന്മാരാ. 2025 ചെയ്ത കേരളത്തിൽ നിന്ന് പോയ ഹാജിമാരുടെ കൂലി, ഹജ്ജ് ചെയ്ത 25 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഹാജിമാരുടെ കൂലി ഓർക്ക് കിട്ടി. കാരണം എന്താ അറിയോ? കേരളത്തിൽ ഹജ്ജ് പോകാൻ കാരണം സ്വഹാബികൾ റസൂലുള്ളാഹിയുടെ ആഹ്വാനം കേട്ട് പിന്നെ കൊടുങ്ങല്ലൂർ വന്നു, ജീവൻ പണയം വെച്ച് വന്നു. എന്നിട്ടാ ഞമ്മക്ക് അപ്പൊ അവർ ചിന്തിച്ചെന്താ അറിയോ? ഇവിടെ ലോകത്തിലുള്ള വ്യത്യസ്ത ഭാഗത്തുള്ള ആൾക്കാർ മുസ്ലിങ്ങളായി ഇവിടെ വന്ന് ആ കൂലിയൊക്കെ നമുക്ക് കിട്ടും. നമ്മളിവിടെ നമ്മളൊരാളെ കൂലിയെ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ സഹോദരങ്ങളെ? ഈ പണി അവരെടുത്തോണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളായത്. ഞങ്ങൾക്ക് കിട്ടിയത് ആർക്കും കൊടുക്കൂല, ഞങ്ങൾക്ക് കിട്ടിയത് ആരും കൊടുക്കൂല. ശരിയല്ല, അത് പ്രചരിപ്പിക്കണം. അത് നാടിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. ബാക്കി എല്ലാ കാര്യത്തിനും നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കും, നമ്മുടെ കഴിവ് നമ്മൾ ഉപയോഗിക്കും. എന്നാൽ ജാരിയായ സ്വതക്കയായി കിട്ടാൻ പറ്റും. ഇന്ന് ഈ ഖുത്ബ കേൾക്കുന്ന ആൾക്കാരെ കൂലി ആർക്കാ സഹോദരങ്ങളെ? ഈ അങ്ങാടിയിൽ വേസ്റ്റ് കൊണ്ടിട്ട ഈ സ്ഥലത്ത് ഒരു സ്ഥലമെടുക്കാൻ കുറച്ച് ആൾക്കാർ കൂടിയിരുന്നു. ഇവിടെ ഹംദും സലാത്തും ചൊല്ലി അവർ പറഞ്ഞു, 1 ലക്ഷം ഞാൻ എടുക്കാം, 2 ലക്ഷം ഞാൻ എടുക്കാം, അല്ലാഹുവേ പ്രതിഫലം കൊടുക്കണമേ. അങ്ങനെ കൂടിയാലോചിച്ചിട്ടാ. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പള്ളി ഉണ്ടാവോ? 5:30 കണ്ടേന് ഇപ്പോഴും ജുമയ്ക്ക് പോവാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ രക്ഷിക്കാൻ, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നന്മ മനസ്സിലാക്കിയവർ കൂടിയിരുന്ന് ആ നന്മയുടെ പശ്ചാത്തലം നമുക്ക് കുടുംബത്തിൽ നമ്മുടെ മക്കൾക്കും കിട്ടാൻ ആവശ്യമായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാൻ സ്വീകരിച്ച് ഈമാൻ അനുസരിച്ച് ജീവിച്ച് ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയുന്ന വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.